ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനൊരു ടീ പേഴ്സണാണ്. ടീൻ്റെ കൂടെ കഴിക്കാനായിട്ടൊന്നും വേണ്ട, പക്ഷേ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാന്ന് ചോദിച്ചാൽ ഏത് ഉറക്കത്തിൽ വേണമെങ്കിൽ ഞാൻ പറയുന്നതാണ് കല്ലുമ്മക്കായി. അതുകൊണ്ട് തന്നെ ആവണം ഹസ്ബൻഡ് വരുമ്പോൾ മധുരയിലോ എനിക്ക് കല്ലുമ്മക്കായി കൊടുത്തയച്ചത്. ഈ ഒരു കാന്താരി മുളക് കണ്ടോ, വയലറ്റ് കളറുള്ളത്, ബ്രദർ കൊടുത്തയച്ചത്. അത് ഈ ഹാൻഡ് മെയ്ഡ് ജ്വൽസ് എൻ്റെ കുട്ടി സിസ്റ്ററായ സാഞ്ചിൻ്റെയാണ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ കല്ലുമ്മക്കായി എങ്ങനെയാക്കിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ സിസ്റ്റർ കൊടുത്തയച്ചതാണ്. പുഴുങ്ങിയിട്ട് ഇങ്ങനെ കല്ലുമ്മക്കായി, അതാവുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പോലെ അതിന് മസാല ഉണ്ടയാക്കുക അല്ലെങ്കിൽ തേങ്ങച്ചോറാക്കുക. ഈ പറഞ്ഞ രണ്ടും ഞാൻ ഉണ്ടാക്കി, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. പ്രവാസികളുടെ ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ് നാട്ടിൽ നിന്ന് ഇങ്ങനെ സ്നേഹത്തോടെ ഒരു പൊതിയൊക്കെ വരുന്നത്. ഈ ചോക്ലേറ്റ് നാട്ടിൽ നിന്ന് വന്നതല്ല കേട്ടോ, ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും ഫാമിലി വീട്ടിലേക്ക് വന്നേരം തന്ന ഗിഫ്റ്റാണ് അത്. ഈ ഒരു ഫ്ലാഗ് കാണുമ്പോൾ ഞാനിപ്പോൾ എവിടെയുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒമാൻ്റെ ബിഗ്ഗസ്റ്റ് ഫ്ലാഗ് പോസ്റ്റ് വീട്ടിൻ്റെ അടുത്ത് തന്നെ ആയത് വേറൊരു ബ്ലെസ്സിങ് ആണ്. യാത്രകൾ ചെയ്യാൻ എല്ലാവരെ പോലെ എനിക്കും ഇഷ്ടമാണ്. അത് ഫാമിലീൻ്റെ കൂടെ ആകുമ്പോൾ കൂടുതൽ സന്തോഷം. ഇത് ബന്ദറിൽ കയറാൻ വ്യൂ പോയിൻ്റ് ആണ്. ഇത് എൻ്റെയും ഹസ്ബൻഡിൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. രാവിലെ സൺറൈസ് ഒക്കെ കാണാൻ ചില ദിവസം വരാറുണ്ട്. പക്ഷേ ഇന്ന് ഈ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഫാമിലിയിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ ബ്രദറും ഫാമിലിയും ഒക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ടൈം നാട്ടിൽ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്നാണ് ഈ പ്ലാൻ ഹാങ്ങർ. പക്ഷേ ഞാൻ പറഞ്ഞിട്ടെന്താ, കയ്യിൽ പ്ലാന്റും ഇല്ലായിരുന്നു, പിന്നെ ഇത് എവിടെ വെക്കുന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സ്പോട്ടാണ് ഇപ്പോൾ ഈ വീട്ടിലെ എൻ്റെ ഫേവറേറ്റ് സ്പോട്ട്. എൻ്റെ മാത്രമായിട്ടുള്ള ഒരു മീ ടൈമൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടിരിക്കാറ്. വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു ടൈമാണത്. എന്നാലും ആ ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ തന്നെയാണ്. കുറച്ച് നാളായിട്ട് വിചാരിക്കുകയാണ് ജേണൽ എഴുതാൻ തുടങ്ങണം. അങ്ങനെ ആമസോണിൽ നിന്ന് ഒരു ബുക്കൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അത് എഴുതാൻ തുടങ്ങണം. പക്ഷെ നല്ല കളർഫുൾ ആയിട്ടുള്ള ബുക്ക്, അത് നോക്കിയിരിക്കാൻ തന്നെ വേറെ തന്നെ ഒരു രസമാണ്. അതിൻ്റെ കൂടെ തന്നെ കുറേ എസ്തറ്റിക് ആയിട്ടുള്ള കാർഡ്സും കുറച്ച് ബുക്ക് മാർക്സും ഒക്കെ ഉണ്ട്. ബുക്ക് മാർക്സ് കണ്ടപ്പോൾ പിന്നെ അന്ന് ബുക്ക് വായിച്ച് കളയാമെന്ന് വിചാരിച്ച്. വീട്ടിൽ അത്യാവശ്യം ബുക്ക് കളക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും വായിക്കാനുള്ളൊരു ടൈമൊന്നും കിട്ടാറില്ല ഇപ്പോൾ. പിന്നെ അത്യാവശ്യം മടിയുണ്ട് ബുക്ക് വായിക്കാനൊക്കെ പഴയതുപോലെ. എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ട് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, എന്തെങ്കിലും സജഷൻസ് തരാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും പറയാം. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിലൂടെ കാണാം നമുക്ക്. എന്ന് സ്വന്തം ഫനു.